ഇന്ന് ഉയർന്നുവന്ന വലിയ വിവാദം സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണന്റെ വാക്കിലായിരുന്നു. സിനിമാ കോൺക്ലേവിന്റെ സമാപന സമ്മേളനത്തിൽ സ്ത്രീകൾക്കും ദലിത് വിഭാഗങ്ങൾക്കുമെതിരെ അധിക്ഷേപ പരാമർശവുമായി സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ. സ്ത്രീയാണെന്ന പേരിൽ സിനിമ നിർമ്മിക്കാൻ സർക്കാർ ഫണ്ട് നൽകരുത്, സിനിമയെടുക്കാൻ വരുന്ന പട്ടികജാതിക്കാർക്ക് ഇത്രയും പണം നൽകരുതെന്നും അവർക്ക് സർക്കാർ പരിശീലനം നൽകണമെന്നുമാണ് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത്. ആ വാക്കുകൾ ആദ്യമൊന്ന് കേൾക്കാം. ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബിന് കൊടുക്കുന്ന ഒരു വളമെടുക്കാൻ കൊടുക്കുന്ന തുക 1.5 കോടി രൂപയാണ്. ഇത് കറപ്ഷൻ ഉണ്ടാക്കാനുള്ളൊരു വഴി ഉണ്ടാക്കുകയാണ് ഗവൺമെൻറ്. ഷെഡ്യൂൾ കാസ്റ്റിൽപ്പെട്ട ആളുകൾ അതിൻ്റെ പിന്നിലുള്ള മനസ്സ് വളരെ നല്ലതാണ്, അതിൻ്റെ ഉദ്ദേശം വളരെ നല്ലതാണ്. പക്ഷേ അവർക്ക് നല്ല വിദഗ്ധന്മാരുടെ കീഴിലുള്ള പരിശീലനം കൊടുക്കണം. കാരണം ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ നിന്ന് പണം വാങ്ങി പടമെടുത്തവർക്ക് എല്ലാം കംപ്ലൈൻ്റാണ്. അവർ വിചാരിച്ചിരിക്കുന്നത് ഈ പണം അവരിങ്ങനെ എടുത്തൊരു ദിവസം തരും, കൊടുത്തു നമുക്കിവിടെ കൊണ്ടുപോയി പടം എടുക്കാമെന്ന്. അങ്ങനെയല്ല, അത് പറഞ്ഞ് മനസ്സിലാക്കണം അവർ. ഇത് കൊമേഴ്ഷ്യൽ ഫിലിം എടുക്കാനുള്ള കാശല്ല, കൃത്യമായിട്ട് നല്ല സിനിമ എടുക്കാനുള്ള മുടക്കലാകാവും, വളരെ നിർബന്ധമാണ്. അതുപോലെ തന്നെയാണ് സ്ത്രീകൾക്കുള്ളത്. ഒരു സ്ത്രീ ആയിരുന്നതുകൊണ്ട് മാത്രം സിനിമ എടുപ്പിക്കാൻ പണം കൊടുക്കരുത്. ഈ സ്ത്രീ ആയാലും അവർക്കും കൊടുക്കണം ഈ പരിശീലനം. വളരെ പ്രധാനമാണ്. സ്ത്രീ സംവിധായകർ നമുക്ക് വേണം. അവർക്ക് ഇതിൻ്റെ എല്ലാ പ്രയാസങ്ങളും അറിഞ്ഞ് വേണം പടമെടുക്കാൻ. വലിയ വിഷമങ്ങളെല്ലാം അറിഞ്ഞ് കഷ്ടപ്പെട്ട് വേണം ഓരോരുത്തരും അവനവൻ്റെ ജീവിതം കരുപിടിക്കാനായിട്ട്. അത് എളുപ്പമൊന്നുമല്ല. സഹായം ഇനിയും തുടരുമെന്നായിരുന്നു വേദിയിൽ വെച്ച് തന്നെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ മറുപടി. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് 98 വർഷമായിട്ടും സിനിമയിൽ മുഖ്യധാരയിലെത്താൻ കഴിഞ്ഞിട്ടില്ല. സ്ത്രീകൾക്കും അതേ പരിഗണന നൽകുമെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിലെ തലയെടുപ്പുള്ള സിനിമാ രംഗത്തെ പ്രതിഭാധനന്മാർ ഉൾപ്പെടുത്തിയൊരു കമ്മിറ്റി, സ്ക്രീനിംഗ് കമ്മിറ്റി, ഇവരെല്ലാം അയച്ചിരുന്ന കഥ കൃത്യമായി വെരിഫൈ ചെയ്ത് അവരുടെ കഴിവുകൾ പരിശോധിച്ച് അപ്രൂവ് ചെയ്തവർക്ക് മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത്. അവരെടുത്ത സിനിമ, ഇത്രയും സിനിമകളും അതിപ്രഗത്ഭമായ മൂല്യബോധമുള്ള മികച്ച സിനിമകളാണ് സാർ അവരെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ആ കാര്യത്തിൽ 100% ഞങ്ങളുടെ ഭാഗം ശരിയാണെന്നാണ് എൻ്റെ വിശ്വാസം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ ഉന്നമനത്തിന് തുരങ്കം വയ്ക്കുന്ന നിലപാടാണ് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞതെന്ന് സദസ്സിൽ നിന്ന് എതിർത്ത പുഷ്പാവതി പൊയ്പ്പാടത്ത് പ്രതികരിച്ചു. ഇവിടുത്തെ SC/ST വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് അവർ നൂറ്റാണ്ടുകളായിട്ട് അടിച്ചമർത്തപ്പെട്ടിട്ടുള്ള മനുഷ്യരാണ്. ഞങ്ങളുടെയൊക്കെ അപ്പനപ്പൂപ്പന്മാർ സ്വന്തമായിട്ട് വരുമാനമില്ലാതെ അടിമകളായിട്ട് ജീവിച്ചിട്ടുള്ളൊരു സമൂഹമായിരുന്നു. ഞങ്ങൾക്ക് വിദ്യാഭ്യാസം കിട്ടിയിട്ട് തന്നെ പതിറ്റാണ്ടുകളെ ആയിട്ടുള്ളൂ. അത്തരത്തിലുള്ള ഒരു സമൂഹം ഉയർന്നു വരാൻ അതിനുള്ള നമ്മുടെ ഇടതുപക്ഷ സർക്കാരിൻ്റെ പോളിസി ഉണ്ടല്ലോ, അതിനെ തുരങ്കം വയ്ക്കുന്ന രീതിയിലുള്ള ഒരു മറുപടിയാണ്, ഒരു സമീപനമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. തീർച്ചയായിട്ടും അത് എതിർക്കപ്പെടേണ്ടതാണ്. ആർ റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നു. ആർ റോഷിപാൽ, ഗുഡ് ഈവനിങ്. ഏത് രീതിയിലാണ് ദലിതരെ അതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകുന്ന ജനവിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ട് വരേണ്ടതെന്ന് കൃതികളിലൂടെ, സിനിമകളിലൂടെയൊക്കെ ബോധവൽക്കരിക്കേണ്ട, അല്ലെങ്കിൽ അങ്ങനെ ശ്രമിക്കേണ്ട ഒരു കലാകാരൻ, കേരളം അംഗീകരിച്ച ഒരു കലാകാരനാണ് ഇന്ന് ഈ ഫണ്ട് കൊടുക്കുന്നതിനെക്കുറിച്ച്, പരിശീലനം നൽകുന്നതിനെക്കുറിച്ചൊക്കെ ഇകഴ്ത്തി പറഞ്ഞത്. ആ പറച്ചിലിന് പുഷ്പവതിയിലൂടെ മറുപടി കിട്ടുന്നു, മന്ത്രിയിലൂടെ മറുപടി കിട്ടുന്നു. കോൺക്ലേവിൽ നടന്നത് എന്താണ് റോഷിപാൽ? സുജയ പാർവതി, സിനിമാ കോൺക്ലേവിന്റെ സമാപനത്തിലാണ് അടൂർ ഗോപാലകൃഷ്ണന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു വിവാദ പരാമർശമുണ്ടായത്. സ്ത്രീകൾക്കുമൊപ്പം പ്രത്യേക വിഭാഗങ്ങൾക്കുമുള്ള സിനിമാ സഹായ ഫണ്ട് ഏതാണ്ട് 1.5 കോടി രൂപയാണ് ഒരാൾക്ക് നൽകുന്നത്. അങ്ങനെ ഒട്ടേറെ സിനിമകൾ സംസ്ഥാനത്ത് സർക്കാർ സഹായത്തോടെ നിർമ്മിക്കപ്പെടുന്നുണ്ട്. ആ സൃഷ്ടികളുടെ ക്വാളിറ്റിയെ ചോദ്യം ചെയ്യുന്നതായി പോയി ആ വിമർശനം എന്നാണ് പ്രധാനമായും അതിനെ വിമർശിക്കുന്നവർ, അതിനെ ചോദ്യം ചെയ്യുന്നവർ ഉയർത്തിയ ആരോപണം. ആ സദസ്സിൽ തന്നെ പ്രസംഗം നടക്കുമ്പോൾ അടൂർ ഗോപാലകൃഷ്ണനെ ചോദ്യം ചെയ്ത കേരള സംഗീത നാടക അക്കാദമിയുടെ വൈസ് ചെയർപേഴ്സൺ കൂടിയായ പുഷ്പവതി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമാണ്. സിനിമാ പ്രവർത്തകർക്ക് അങ്ങനെ ഒരു 1.5 കോടി രൂപ സഹായം നൽകുമ്പോൾ അത് ഒരാൾക്ക് നൽകുന്നതിന് പകരം 3 പേർക്ക് 50 ലക്ഷം രൂപ വീതം നൽകണമെന്നാണ് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത്. മാത്രവുമല്ല, അവർക്ക് പ്രത്യേക പരിശീലനം നൽകണമെന്ന ആവശ്യം കൂടി അടൂർ ഗോപാലകൃഷ്ണൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ ചിത്രീകരിക്കപ്പെടുന്ന ആ സൃഷ്ടികൾക്ക് വേണ്ടത്ര ക്വാളിറ്റി ഇല്ല എന്ന തരത്തിൽ വിലയിരുത്തി അടൂർ ഗോപാലകൃഷ്ണൻ എന്ന രീതിയിലാണ് വിമർശനം പോയത്. അതിന് കൃത്യമായി മന്ത്രിയുടെ മറുപടിയും വന്നു. മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് ഇനിയും സഹായം നൽകും, കൂടുതൽ പേർക്ക് സഹായം നൽകാൻ താല്പര്യമുണ്ട്. 98 വർഷമായി സിനിമാ മേഖലയിൽ അവഗണിക്കപ്പെട്ട് കിടക്കുന്നവർക്ക് സഹായം നൽകിയപ്പോൾ അവർ പതുക്കെ മുന്നോട്ട് വരുന്നുണ്ട് എന്നാണ് മന്ത്രി സജി ചെറിയാൻ മറുപടിയായി ഇതേ സദസ്സിൽ തന്നെ പറഞ്ഞത്. ഏതായാലും അത് ഇനിയും വിവാദമാകും. കാരണം കൂടുതൽ പേർ ഈ സംഭവത്തിൽ, ഈ പരാമർശത്തിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യമാണ്.
ഓക്കെ, തുടർ പ്രതികരണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് ഇന്ന് കോൺക്ലേവിൽ നമ്മൾ കണ്ടത്. താങ്ക് യു ആർ റോഷിപാൽ.